നമുക്കിപ്പം ഒരു പിന്നെ ബ്ലാത്താങ്കര പള്ളി മാതാവിൻ്റെ പള്ളിയിൽ വന്നാലും അവർ നേരെ ഇവിടെയാണ് വരുന്നത്. ഈ വലികുളങ്ങൾ ഒന്ന് കാണാനും കുളിക്കുവാനും എല്ലാ ദിവസവും ശുദ്ധജലമാണ്. അതേപോലെ തന്നെ ചെങ്കൽ ശിവശക്തി ക്ഷേത്രത്തിൽ വന്നവരും ഇവിടെയാണ് വരുന്നത്. ഒന്ന് കാണും. അതെ. അപ്പോൾ കുറച്ചുകൂടെ പിന്നെ നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ വിചാരിച്ചാൽ ഈ കുളത്തിനെ കുറേ കൂടെ ഡെവലപ്മെൻ്റ് ആക്കാൻ കഴിയും. പിന്നെ നീന്തൽ പരിശീലനത്തിനും ബാക്കി എല്ലാത്തിനും കൂടെ സംവിധാനം ഉണ്ടാവാതെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കൽ വലിയ കുളത്തിൻ്റെ കരയിലാണ്. ഇതൊരു വലിയ കുളമെന്ന് പറയുന്നത് വലിയ കുളമാണ്, പക്ഷേ വലിയ കുളം വലിയൊരു തടാകം പോലെയാണ്. ഭയങ്കര ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ചെങ്കൽ വലിയ കുളത്തിന് ഒരു പ്രാധാന്യമുണ്ട്, അതിനൊരു ചരിത്രമുണ്ട്. അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ മുന്നിൽ ഒരാളിനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. പേരെന്താണ്? എൻ്റെ പേര് രാജതോമസാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ കുളമാണ്. ഏകദേശം 27 ഏക്കറോളം സ്ഥലമുണ്ട് ഈ കുളത്തിന്. നേരത്തെ ഇത് നിറച്ച് പുല്ലും പായലും പിടിച്ചിരുന്നു. അതിനുശേഷം ഗാന്ധിമിത്ര ഭവൻ, ഈ വലികുളം ഗാന്ധിമിത്ര ഭവനും, അതെ, ഗാന്ധിമിത്ര ഭവനും ശ്രീ ഗോപിനാഥ് സാറും അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാവ് സുധീരൻ സാറ്, മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ വലികുളത്തിനെ വൃത്തിയാക്കിയത്. പിന്നെ ഇവിടെ 2 ഏലയുണ്ട്. ഏകദേശം 10-25 ഏക്കറോളം ഉണ്ട്. അത് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വെള്ളം കൊണ്ടാണ്. ഇപ്പോഴും നല്ല കൃഷിയുണ്ട്. അതിനുശേഷമാണ് ഈ പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ റോഡും ബാക്കിയെല്ലാം വന്നത്. അതെ, ചുറ്റും റോഡുണ്ട്. അതിന് ശേഷം ഇപ്പോൾ കൂടുതലും ഈ ഓരോ ദിവസവും ആഴ്ചതോറും ഇവിടെ വരുന്ന പായൽ, അത് ഈ സനൽ കുളത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ പായലൊക്കെ മാറ്റുന്നതും. ഈ കുളം നല്ല ആളുകൾക്ക് കുളിക്കുവാനും പിന്നെ മീൻ പിടിക്കുവാനും എല്ലാത്തിനും ഇവിടെ സൗകര്യമുണ്ട്. നല്ല ആഴമുണ്ട്. അതിനുശേഷം ഇവിടുത്തെ ചെളി മാറ്റി അത് പഞ്ചായത്തിൻ്റെ കീഴിലാണ്. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കുളങ്ങളുണ്ട്. അതെല്ലാം ചെളി കയറിയും ഈ പുല്ല് പിടിച്ചും പായൽ പിടിച്ചും ഒക്കെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഇതിപ്പോൾ ഇത്രയും വിസ്തൃതിയുള്ളൊരു കുളമാണ്. ചെറിയ കുളങ്ങൾ ധാരാളം ഇതുപോലെ മൂടപ്പെട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ജലസാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകുകയും അത് പിള്ളേർക്ക് ഇപ്പം നീന്തൽ പോലുള്ള കാര്യങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും മീൻ പിടിക്കാനായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പലയിടത്തും ഇത് ചെയ്യുന്നില്ല. അതെ, ഇവിടെ നാട്ടുകാർ കൂടെ ചേർന്നാണ് നാട്ടുകാർ ചില കാര്യങ്ങൾ പോലെ നടക്കും. ഈ ഗാന്ധിമിത്ര ഭവൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വലിയ കുളത്തിന്റെ കരയിലുള്ള പ്രസ്ഥാനം, അത് പിന്നെ ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കുവാനും ബാക്കിയുള്ള ഇത് പ്രൈവറ്റാണ്. സനൽ എന്ന് പറഞ്ഞ അയാളാണ് ഇതിൽ കൂടുതൽ പരിശ്രമിക്കുകയും സ്കൂൾ പിള്ളേരെ പിന്നെ കൊണ്ടുവന്ന ഈ പായലൊക്കെ മാറ്റുവാനും കൂടുതൽ ശ്രമിച്ചത് അയാളാണ്. നേതൃത്വം നടക്കുന്നതായ വലിയ ഒരു ക്ഷേത്രമുണ്ട്. അതെ, യക്ഷിക പോലെ. നമുക്കിവിടെ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് പോകുന്നവരാണ്. നമ്മൾ ഈ കുളത്തിന്റെ കാര്യം, ഈ കുളം എന്ന് പറഞ്ഞാൽ അങ്ങ് അവിടെ അങ്ങേറ്റം മുതലല്ലേ? അതെ അവിടെ മുതൽ ഇത് പണ്ട് ഈ തന്നെയായിരുന്നു, അതോ ഇത് ചുരുങ്ങിയിട്ടുണ്ടാവും? അതെ, നേരത്തെ ഏകദേശം 27 ഏക്കറോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പഞ്ചായത്തിൻ്റെ സർവേയിൽ 22 ഏക്കറുണ്ട്. അതിൽ കൂടുതലും ഈ ബണ്ടും ബാക്കിയൊക്കെ വന്നതാണ്. ഇത് ഈ പ്രദേശങ്ങളിൽ ഒരുപാട് പണ്ട് കാലത്തുണ്ടായിരുന്ന കൃഷി എന്തൊക്കെയായിരുന്നു? കൃഷി നേരത്തെ പാവൽ, പടവലം, ചീര ഇതൊക്കെയാണ്. ഇപ്പം ചീര തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന വ്ളാത്താങ്കര ചീര എന്ന് പറയുന്നത്. അതൊരു റെഡ് കളർ ചുവന്ന കീര. അതൊക്കെ ഇവിടെ ഈ വെള്ളം കൊണ്ടാണ് അത് എത്തിക്കുന്നത്. തോടും ചാനലും അത് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെങ്കൽ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ മൊത്തം ഒരു ഉറവയാണ്. അതെ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ഒന്ന് വലികുളം, ഒന്ന് വ്ളാത്താങ്കര പള്ളി, മാതാവിൻ്റെ ഒരു പള്ളി, അതേപോലെ തന്നെ ചെങ്കൽ ക്ഷേത്രം, ശിവശക്തി ക്ഷേത്രം. ഈ 3 ആണ് ഈ ചെങ്കലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട. മറ്റേത് രണ്ടും നമ്മൾ പോയി കഴിഞ്ഞു. നമ്മൾ ശിവക്ഷേത്രത്തിൽ പള്ളി, അവിടെ അമ്പലം, വ്ളാത്താങ്കര ചീര ഇതെല്ലാം ഞങ്ങൾ കണ്ടു. ഇപ്പൊ വലിയ കുളം ഞങ്ങൾ എത്താനായിട്ട് ഇച്ചിരി വൈകി. വലിയ കുളവും കണ്ടു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ചില മൈതാനങ്ങൾ,
ചില ആരാധനാലയങ്ങൾ, ഇതൊക്കെയാണ് ചില സാംസ്കാരിക കൂട്ടായ്മയുടെ ചില അടയാളങ്ങൾ കാലങ്ങളായിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ വലിയ കുളത്തിനും അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാവണമല്ലോ ഈ നാട്ടിൽ. അത് നിശ്ചയമായിട്ടും. നമുക്കിപ്പം ഒരു പിന്നെ വ്ളാത്താങ്കര പള്ളി മാതാവിൻ്റെ പള്ളിയിൽ വന്നാലും അവർ നേരെ ഇവിടെയാണ് വരുന്നത്. ഈ വലിയ കുളം ഒന്ന് കാണാനും കുളിക്കുവാനും എല്ലാത്തിനും ഇവിടെ കുളിക്കാൻ ശുദ്ധജലമാണ്. ശുദ്ധജലമാണ്. അതേപോലെ തന്നെ ചെങ്കൽ ശിവശക്തി ക്ഷേത്രത്തിൽ വന്നവരും ഇവിടെയാണ് വരുന്നത്. ഇവിടെയും കൂടെ ഒന്ന് കാണും. അതെ. അപ്പോൾ കുറച്ചുകൂടെ പിന്നെ നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ വിചാരിച്ചാൽ ഈ കുളത്തിനെ കുറേ കൂടെ ഡെവലപ്മെൻ്റ് ആക്കാൻ കഴിയും. പിന്നെ നീന്തൽ പരിശീലനത്തിനും ബാക്കി എല്ലാത്തിനും കൂടെ സൗകര്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. നാട്ടുകാരുടെ ഒരു വശത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണ്? ഇതെങ്ങനെ ഏത് തരത്തിൽ മാറ്റണമെന്നാണ്? അതെ, ഇത് പിന്നെ ആൾക്ക് കാണുവാനും ഒരു ഭംഗിയായ ഒരു കുളമാണ്. കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്, ചുറ്റും പിന്നെ ലൈറ്റുകൾ വയ്ക്കുക, അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ആകർഷിക്കാൻ വന്നിരിക്കുവാനും ഉള്ള. അതെ. ചെറിയ ബോട്ടിംഗ് വേണമെങ്കിൽ നടത്താമല്ലോ. ബോട്ടിംഗ്. അതെ, അതായത് ഇന്ധനങ്ങളില്ലാത്ത അപ്പോഴേ ആളെ കുളിക്കുവാനും വെള്ളം ചീത്താവുകയും ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു സൗകര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും ഈ നാട്ടിൽ. ഈ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചെറിയ തടാകങ്ങളിൽ കിടന്ന് ചവിട്ടി പെടൽ ബോട്ടിട്ട് പോകുന്നതിനാണ് ആളുകൾ പോകുന്നത്. അതെ. ആ സംഭവം നമുക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും വളരെയധികം ഈ പ്രദേശത്തിന് വളരെയധികം പ്രാതിനിധ്യം കിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ കായലൊക്കെ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. വേസ്റ്റന്മാര് വലിച്ചാറുകൾ ഇല്ല. വേസ്റ്റ് ഇടാൻ നമ്മൾ ഒരു കാരണവശാലും ഈ നാട്ടുകാർ നമ്മൾ സമ്മതിക്കില്ല. ഇവിടെ വേസ്റ്റ് ഇടുന്നുമില്ല. അപ്പോൾ അത് അത്തരത്തിൽ നമ്മൾ നാട്ടുകാർ ശ്രമിക്കുന്നതിനോടൊപ്പം അധികാരികളും കൂടെ ഒന്ന് കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ ഒരുപാട് പേര് ആകർഷിക്കാൻ പറ്റും. നാടിന് ഉത്തരോത്തരം പ്രശസ്തി ഉണ്ടാവുകയും ചെയ്യും. മറ്റേ അല്ലേ ഈ പറഞ്ഞ 3 അടയാളങ്ങൾ, വലിയ ശിവലിംഗ പ്രതിഷ്ഠ കൊണ്ട് പ്രശസ്തമായ ക്ഷേത്രവും പിന്നെ മാതാവിൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന കാലങ്ങളുടെ പഴക്കമുള്ള ഒരു പള്ളിയും അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുളവും ഒക്കെ ഉള്ള ഒരു നാടാണിത്. ഈ ജലസമ്പത്തിനെ അല്ലെങ്കിൽ ഈ ഉറവെ ഇതിനെ സംരക്ഷിച്ചാൽ അതിനെ ഒരു നാട് സംരക്ഷിക്കുന്നത് പോലെയാണ്. നല്ല ചേട്ടൻ പേര്? അതെ, തീർച്ചയായിട്ടും. എൻ്റെ പേര് രാജൻ തോമസ് ആണ്. രാജൻ തോമസ് ചേട്ടനെ കാണാനും ഈ നാട്ടിൻ്റെ ഒരാളെന്നുള്ള രീതിയിൽ ഈ വലിയ കുളത്തിനെ ചുറ്റിപ്പറ്റി ക്ഷേത്രമുണ്ട്, ഈ ഒരു സാംസ്കാരിക കേന്ദ്രമുണ്ട്, ഇതെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് വന്ന് ചൂണ്ടയിടാൻ പറ്റുന്നുണ്ട്, ചൂണ്ടയിടുന്നുണ്ട്, കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല മീനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതിനൊക്കെയുള്ള സൗകര്യമുള്ള ഈ കുളം, അതിന്റെ പരിസരത്ത് ഒരു പച്ചക്കറി മണ്ണ് കേന്ദ്രമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നന്നായിട്ട് പോകുന്നു. അപ്പോൾ പിന്നെ ക്ലസ്റ്ററാണ് നമ്മുടെ കൃഷിഭവന്റെ കീഴിലുള്ള ഒരു പച്ചക്കറി കേന്ദ്രമാണ്. അവിടെ നാടൻ പച്ചക്കറിയാണ് കൂടുതലും. അപ്പോൾ വളരെ സന്തോഷം വലിയ കുളത്തെ കുറിച്ച് കാണാനും കേൾക്കാനും കഴിഞ്ഞത്. അപ്പൊ ഇതല്ലാണ് നമ്മുടെ നാട്ടില് ചുറ്റിപ്പറ്റി ഇതുപോലുള്ള ചില ചെറിയ ചെറിയ ഉറവകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. അതൊക്കെ എല്ലാം ഞങ്ങൾ പോയെടുത്ത് പലയിടത്തും ഇതിങ്ങനെ നശിച്ചു കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വെള്ളം ജലം സംരക്ഷിക്കുന്ന അവിടെ ഇവിടെയൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ബോർഡ് എഴുതി വെക്കുന്നതിനപ്പുറം ചെയ്യാനുള്ള ചില പദ്ധതികളും കൂടെ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞാൽ ഈ നാട്ടുകാരും കൂടെ ഒപ്പം നിൽക്കും. അങ്ങനെ വന്നാൽ നാളേക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാവും. നമുക്ക് നോക്കാം.